ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തനംമാറ്റ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതമുണ്ട്. പിന്നത്തെ ഒരു പ്രൊമോ ഒരു വിശേഷം പറയാൻ എനിക്ക് സത്യത്തിൽ ഒരു മൂടില്ല ഗൈസ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു പ്രൊമോയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. ഇന്നത്തെ ആയാലും നമ്മുടെ നയനയുടെ സ്വഭാവത്തെ പറ്റി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പലതരം ആൾക്കാർ തന്നെയാണ്. ആദ്യം തന്നെ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ ആദർശനോട് നയനയെ പുകഴ്ത്തി സംസാരിക്കുന്നു. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിൽ മുത്തശ്ശിയുടെ കൗണ്ടറാട്ടോ നമ്മളൊക്കെ കേട്ട് ചിരിച്ച് എന്താ പറയുക, കിടുകിടാ ചിരിച്ചു പോകും. അങ്ങനത്തെ ഒരു ഡയലോഗ് ആട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോഴും ചിരി നിർത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളോട് ഹൃദയം കൊടുക്കാൻ പറഞ്ഞാൽ പോലും നയനമോള് കൊടുക്കും, അങ്ങനത്തെ മോളാണ് അതെന്നൊക്കെ പറയുന്നുണ്ട്. ഹൃദയം കൊടുത്താൽ പിന്നെ ജീവൻ ഉണ്ടാകും. ഈ മുത്തശ്ശി എന്തൊക്കെയാണല്ലോ ഈ പറയുന്നത്. എന്തായാലും നമ്മുടെ പത്തനംമാറ്റ പ്രേക്ഷകർ അതൊക്കെ കേട്ടല്ലേ പറ്റൂ. അത്രയ്ക്കും നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുന്നുണ്ട് ചില സമയത്ത്. അപ്പോൾ എന്തായാലും കുറച്ചൊരു ദിവസത്തേക്ക് ഞാൻ വിചാരിച്ചിരുന്നു, ഇതാ മികച്ച പരമ്പരയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെ ഈ ഒരു ഓപ്പറേഷനായിട്ട് ഇത് തന്നെ ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഇത് തന്നെയായിരിക്കും സംഭവങ്ങൾ. നയന ആ ഒരു മുറിയിലേക്ക് കയറുന്നു. ആ ഒരു മുറിയിലേക്ക് കയറുന്നത് മിക്കവാറും ഒരു എപ്പിസോഡാക്കും, പിന്നെ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു എപ്പിസോഡാക്കും. അങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ തന്നെ ഈ ഒരു മാസം വേണമെങ്കിൽ ഇട്ട് ഓടിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു പ്രൊമോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം നമ്മുടെ കനക ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ മോള് ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ കനക വന്നത് നമ്മുടെ ആദർശനോട് ചോദിക്കുന്നു, നയനമോൾ എവിടെ, രാവിലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയനയാണ് ആദർശം ഒന്നും അറിയാത്ത പോലെ, അയ്യോ അവൾ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പി കളിക്കുന്നുണ്ട്. അപ്പുറത്തെ നയന ഇങ്ങനെ ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി കടന്നു കൊടുക്കുന്ന രംഗങ്ങളും ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടക്കട്ടെ അല്ലേ ഗൈസ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, അതല്ലേ പറ്റൂ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.